എല്ലാവർക്കും ഈ തണുത്ത സൗദിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് റിയാദ് എന്ന സുന്ദരിയെ കാണാൻ പോവുകയാണ് കേട്ടോ. എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ ഇട്ട് കളിച്ച് നൃത്തമൊക്കെ ചെയ്ത് ഒക്കെ ആട്ടോ പോകുന്നത്. റിയാദിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെയും കൂറ്റം കൂറ്റം ബിൽഡിങ്സൊക്കെ കാണാമായിരുന്നു കേട്ടോ. അതിമനോഹരം. അതും മെട്രോയിലൂടെ നമ്മൾ യാത്ര ചെയ്ത് കാണുമ്പോൾ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ അത്. ആക്ച്വലി ഞങ്ങൾ ഈ യാത്ര തിരിച്ചതെന്ന് വെച്ചാൽ റിയാദ് മാത്രം കാണാനല്ല കേട്ടോ. അവിടെ എഡ്ജ് ഓഫ് ദ വേൾഡ് എന്നും പറഞ്ഞൊരു അതിമനോഹരമായ ഒരു പ്ലേസ് ഹൈഡായിരിക്കുന്നുണ്ട്, അവിടെ കാണാനാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിക്കപ്പുറം മറ്റൊന്നുമില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും അവിടെ ചെല്ലുമ്പോൾ. ശരിക്കും അവിടെ ഇങ്ങനെ മലകളും കുന്നും ആയിട്ട് വലിയൊരു കുഴികൾ, അങ്ങനെ നമുക്ക് അതിനപ്പുറം ഒന്നുമില്ലാതായിട്ട് നമുക്ക് തോന്നും. മറ്റൊരു രാജ്യം അവിടെ ഇല്ല. ശരിക്കും എഡ്ജ് ഓഫ് ദ വേൾഡ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ നിൽക്കുന്നത് ഭൂമിയുടെ അങ്ങറ്റത്ത് പോലെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റ് കേവ് ആണ്. ബാറ്റ് കേവ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഒരു അടിപൊളിയാട്ടോ കാണാനായിട്ട്. അധികമൊന്നുമില്ല ബാറ്റുകൾ, വളരെ കുറച്ച് വവ്വാലുകളാണ് ഉള്ളത്. പക്ഷെ അതുങ്ങളിങ്ങനെ വർഷങ്ങളായിട്ട് അതിൽ കിടക്കുന്നത് കാരണം ഇങ്ങനെ അതിലെ കല്ലുകളെല്ലാം കൊത്തി 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 നല്ല ക്രിസ്റ്റൽ രൂപത്തിലാണ് അതിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇരുണ്ട് വെളിച്ചത്തിലായതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തത്. നമ്മൾ നേരിട്ട് പോകുമ്പോൾ നമുക്ക് കാണാം നല്ല ക്രിസ്റ്റൽ രൂപത്തിൽ അതിലെ സ്റ്റോണുകളൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള നമുക്ക് നടന്ന് കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ, വളരെ കഷ്ടപ്പാട് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു അരയാൾ പൊക്കത്തിലാണ് ഇതിൻ്റെ ഉൾഭാഗം. പിന്നെ അതുപോലെ ഒരാൾക്ക് കഷ്ടിച്ച് കയറി വരാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കോണിപ്പടിയുണ്ട്. അതിലൂടെ വേണം നമ്മൾ കയറാനും ഇറങ്ങാനും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞ് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു, ഓരോരുത്തരായിട്ട് പാടുന്നുണ്ടായിരുന്നു, ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത്യാവശ്യം ആൾക്കാരൊക്കെ പാടുന്നുണ്ട്, കുറച്ച് ആൾക്കാർ പാടുന്നില്ല, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ റിയാദിൻ്റെ ശരിക്കുമുള്ള ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ബോളിവുഡ് സിറ്റി ഞങ്ങൾക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ടിക്കറ്റെല്ലാം വിറ്റ് കഴിഞ്ഞ് പോയിരുന്നു അപ്പോഴത്തേക്കും. തൽക്കാലം ഞങ്ങളെല്ലാവരും കൂടി അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനത്തിൽ കയറി അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ പോന്നു. അപ്പോൾ ഞങ്ങളുടെ യാത്ര എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഞങ്ങൾക്ക് എഴുതുക. നന്ദി.